ആര്യാടൻ മുഹമ്മദ് നിലമ്പൂർ തിരിച്ചു പിടിക്കണമെന്ന് വലിയ ആഗ്രഹമൊക്കെ ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ അദ്ദേഹം ഈ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. പാവക്കാട് സൗണ്ടാണ് ഈ ഒരു ഇലക്ഷൻ കാലത്ത് വലിയ രീതിയിൽ വൈറലാകുകയും മറ്റും ചെയ്തത്. ഓക്കെ, വളരെ സത്യമായിട്ട് പറയുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ വിജയമാണിത്, UDFിൻ്റെ വിജയമാണ്, അതിലുപരി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയമാണിത്. മുഴുവൻ പ്രവർത്തകരും, ഇനി എല്ലാ പ്രവർത്തകരും പാർട്ടിക്കാരും നേതാക്കന്മാരും ഒരുപോലെ ഒരേ ഐക്യത്തോടെ പെരുമാറി നിന്നതുകൊണ്ട് മാത്രമാണ് വാപ്പുട്ടിക്ക് വിജയം സമ്മാനിച്ചത്. ഇത് എക്കാലത്തും നിലനിന്ന് പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭരണവും കോൺഗ്രസിൻ്റെ കീഴിൽ വരുന്നത് വലിയ വിദൂരമല്ല കുഞ്ഞെ, കേട്ടോ. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി അടക്കം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട്, MP ആയിട്ടുമൊക്കെ. അപ്പോൾ കേരളത്തിന് വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ അടുത്ത നിയമസഭയിലും അടുത്ത ലോക്സഭയിലും ഒക്കെ? തീർച്ചയായിട്ടും നല്ലൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് വളരെ സത്യമാണ്. കേരളം കോൺഗ്രസ് തിരിച്ചു പിടിക്കും. ഇതാ നിലമ്പൂർ പിടിച്ച പോലെ കേരളവും തിരിച്ചു പിടിക്കും. ഇന്ത്യയും കോൺഗ്രസിൻ്റെ കീഴിൽ തന്നെ വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഇതുപോലെ ഐക്യത്തോടു കൂടി പെരുമാറിയാൽ മാത്രം മതി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്, കേട്ടോ.